14 വർഷങ്ങൾക്ക് ശേഷം കേരള മണ്ണിലേക്ക് എത്തിയ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്ക്ക് ആരാധകർ നൽകിയത് വമ്പൻ സ്വീകരണമാണ്. കഴിഞ്ഞ ദിവസമാണ് തന്റെ പുതിയ സിനിമയായ ഗോട്ടിന്റെ ചിത്രീകരണത്തിന് വേണ്ടി അദ്ദേഹം കേരളത്തിലെത്തിയത്. എയർപോർട്ട് റോഡിൽ ആവേശം അണപൊട്ടിയപ്പോൾ ആരാധകരെ നിയന്ത്രിക്കാൻ പോലീസും ബോഡിഗാർഡുകളും നന്നേ പണിപ്പെട്ടു. വൻ പോലീസ് സന്നാഹമായിരുന്നു ആരാധകരെ നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നതെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ. ആരാധക തിരക്ക് കാരണം താരത്തെ പുറത്തിറക്കാൻ കഴിയാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ബുദ്ധിമുട്ടി. കുറച്ചു സമയത്തിന് ശേഷമാണ് വിജയ് പുറത്തേക്ക് എത്തിയത്. വിജയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഫാൻസ് നഗരത്തിലെ പല സ്ഥലങ്ങളിലും താരത്തിന്റെ കട്ടൌട്ടുകളും ബാനറുകളും സ്ഥാപിച്ചിരുന്നു. ആരാധകരോട് അടങ്ങാൻ ആവശ്യപ്പെടുന്ന വിജയുടെ വീഡിയോയും ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. എല്ലാത്തിനും പുറമെ ആവേശം അതിരുകടന്നപ്പോൾ വിജയ് സഞ്ചരിച്ച കാറ് പോലും തകർന്നുപോയി. കാറിന്റെ അവസ്ഥ കണ്ട് അമ്പരന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. കാറിന്റെ ചില്ലുകൾ തകർന്ന് ഉള്ളിൽ ചിതറിയിട്ടുണ്ട്. ഡോർ അകത്തേക്ക് ചളുങ്ങി. വണ്ടിയുടെ പല ഭാഗത്തും കേടുപാടുകളും സംഭവിച്ചു. വണ്ടി ഇനിയൊന്ന് നേരെയാക്കി കിട്ടാൻ നല്ല പണി വേണ്ടിവരുമെന്നാണ് പലരുടെയും അഭിപ്രായം. ഒപ്പം മാർച്ച് 23 വരെയാണ് വിജയ് തിരുവനന്തപുരത്ത് കാണുക. അതുകൊണ്ട് വിജയ് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതുവരെ ആരാധകരെ നിയന്ത്രിക്കാൻ പോലീസും വിയർക്കും. നേരത്തെ ശ്രീലങ്കയിൽ ചിത്രീകരണം നിശ്ചയിച്ചിരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചിത്രീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനു മുന്നോടിയായി സംവിധായകൻ വെങ്കട് പ്രഭു ലൊക്കേഷൻ സന്ദർശനത്തിനായി നേരത്തെ തിരുവനന്തപുരത്തും എത്തിയിരുന്നതാണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും രാജ്യാന്തര വിമാനത്താവളവും ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകളാണ്. ഇതാദ്യമായാണ് ഒരു വിജയ് ചിത്രം കേരളത്തിൽ വരുന്നത്. 14 വർഷം മുൻപാണ് വിജയ് ഇതിനു മുൻപ് കേരളത്തിലെത്തിയത്. അത് കാവലൻ എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ്. മീനാക്ഷി ചൗധരി നായികയാവുന്ന ഗോട്ടിൽ പ്രഭുദേവ, പ്രശാന്ത്, ലൈല, സ്നേഹ, ജയറാം, അജ്മൽ, യോഗി ബാബു, VTV ഗണേഷ്, വൈഭവ്, പ്രേംജി അമരൻ എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതേസമയം ലിയോയുടെ വൻ വിജയത്തിന് ശേഷമുള്ള വിജയ് ചിത്രം എന്ന നിലയിലും കോളിവുഡ് നിലവിൽ ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന സിനിമകളിൽ ഒന്നുമാണ് ഗോട്ട്.